പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് ഓരോ കാര്യങ്ങൾ പറയും. അതെല്ലാം രാഷ്ട്രീയത്തെയും മതത്തെക്കുറിച്ചാണ്. കാരണം വേറൊന്നുമല്ല, ഈ രാഷ്ട്രീയ നേതാക്കന്മാരും മത നേതാക്കന്മാരും അവർക്കൊന്നിനും ഒരു മുട്ടും വരുന്നില്ല. അവർ സുഖമായി കഴിയുന്നു. അവരുടെ കയ്യിലുള്ള ചില്ലിക്കാശ് കൊടുത്ത് ശിങ്കിരികളെ വാടകയ്ക്കെടുത്ത് അവരുടെ മതവും പാർട്ടിയും വളർത്താൻ നോക്കുന്നു. അതിനുണ്ട് ആൾക്കാർ. ഈ ചില്ലിക്കാശ് മതി ഏത് ദുഷ്ടതയും പ്രവർത്തിക്കാം, ഏത് കാര്യം വേണമെങ്കിലും ചെയ്ത് പാർട്ടികളെയും മതത്തെയും വളർത്താൻ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനീ മനുഷ്യർ പാർട്ടി വളർത്താൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു? സഹോദരങ്ങളെ, ഞാനിപ്പോൾ എൻ്റെ ചുറ്റുപാടും നല്ലവനായി നല്ലത് ജീവിച്ചാൽ അവരെൻ്റെ കൂടെ നിൽക്കും. അവരെപ്പോഴും എനിക്ക് സഹായിയായിട്ട് വരും. അതല്ല, ഉള്ള തന്തയ്ക്ക് വർക്കാഴിക മുഴുവൻ കാണിച്ച് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്ത് പുരോഗമനം ഉണ്ടാക്കി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാതെ തന്നെ പാസ്സാകുന്നുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, സൈൻ ചെയ്ത കോപ്പി മാർക്ക് ലിസ്റ്റ് വരെ പുറത്തു പോകുന്നു, ആരും അറിയാതെ. അത് കണ്ടുപിടിച്ചാൽ അവൻ്റെ ജോലി പോയി. ഇതൊക്കെ നമ്മുടെ നാട്ടിലും കേന്ദ്രം ഒന്ന് പറയും, കേരളം ഒന്ന് പറയും. ഇന്ന് കുഞ്ഞുങ്ങളുടെ ഭാവിയെ പോലും തുലയ്ക്കുകയാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പോക്കല്ല ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ. കേരളത്തിൽ എന്ത് പഠിക്കണം, കേന്ദ്രമൊക്കെ എന്തിനീ അവൻ്റെ കേരള ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പഠിക്കാനെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മാത്രം കണ്ടാൽ പോരാ. നമ്മൾ പുറം രാജ്യത്തൂടെ പോയി അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. വേണ്ട, കേജ്രിവാൾ ഡൽഹിയിൽ വിദ്യാഭ്യാസത്തിൽ എന്തുമാത്രം പുരോഗതി വരുത്തി. അതുകൊണ്ട് കേജ്രിവാളിനെ മാറ്റി, അവൻ്റെ ഭരണം പോലും ഇല്ലാതായി. എത്ര നാൾ നിങ്ങൾ ഓരോ നന്മ ചെയ്യുന്നവരെ നിങ്ങൾ പിടിച്ചു മാറ്റി നിർത്തും? ഇന്ന് എല്ലാ നേതാക്കന്മാരും അമ്പലങ്ങളും പള്ളികളും പ്രതിഷ്ഠകളും പുൽത്തൊട്ടികളും കുരിശടികളും എല്ലാമായിട്ട് വളരെ ഇതാണ്. അവർക്ക് വേറെ സമയമില്ല. എല്ലാ മതങ്ങളും അവരവരുടെ മതത്തെ മുന്നോട്ട് കൊണ്ടുവരിക. എവിടെ എല്ലാ മതങ്ങളും, ക്രിസ്തു മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും മുസ്ലിം ആണെങ്കിലും അവരവരുടെ ദൈവങ്ങളെ പേര് പറഞ്ഞിട്ട് അന്യോന്യം മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ്. ഇന്ന് റിഞ്ചുപ്പി കോശിച്ചെന്നുള്ള നല്ല മനുഷ്യൻ, ശരിക്കും ഞാൻ വേറൊന്നും കൂടുതൽ പറയുന്നില്ല. അതായത് ഒരു പള്ളി പണിയുന്നതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു. ഓട്ടോസഭയിൽ 3-4 സെമിനാരികളുണ്ട്. അവിടുന്നെല്ലാം എല്ലാ വർഷവും കാട്ടുപോത്തുകളെ അടിച്ചിറക്കുന്നുണ്ട്. കാട്ടുപോത്ത് എന്തുവാ ചെയ്യുന്നത്? കാട്ടുപോത്ത് കാട് നിലം നശിപ്പിച്ച് തിന്നു മതിച്ച് നടക്കുന്നു, അല്ല ഒന്നുമില്ല. ഒരു സമയം വരുമ്പോൾ അതിനെ വെട്ടി ആൾക്കാർ മുതലാക്കുന്നുവെങ്കിലും അത് അവൻ്റെ സമയത്ത് അവൻ ശരിയായിട്ട് എല്ലാത്തിനും ശരിയാക്കും. അതാണ് ഇതൊക്കെ ഓട്ടോസഭയിൽ ഈ ഇറങ്ങുന്ന കാട്ടുപോത്തുകൾക്കെല്ലാം ശമ്പളമുണ്ട്, അവർക്കെല്ലാം പള്ളികൾ കൊടുക്കണം. അവിടെ പള്ളികളിൽ എനിക്ക് ഇന്നും ഒരു കുർബാനയിൽ ചൊല്ലുകൾ മാറിയിരിക്കുന്നു.
കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ പാടിയ പാട്ട് എന്തുവാ? പുതിയ പാട്ട്, പുതിയ പാട്ടുകൾ. ഞാൻ ചോദിക്കുന്നത് ഈ പാട്ട് എന്തിൻ്റെ കാര്യത്തിലാണ്? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം നിങ്ങളുടെ ഡ്രാമ നടത്തുന്ന എന്തിനാണ്? ദൈവമുണ്ട് ദേവാലയത്തിൽ, പക്ഷെ ഇന്നൊരു ദേവാലയത്തിൽ ദൈവം വസിക്കുന്നില്ല. കാരണം അവിടെ കുർബാന അർപ്പിക്കുന്നവരെല്ലാം അവരുടെ മനസ്സൊന്നും ശുദ്ധമല്ല, മനസ്സ് ഇവിടെ അല്ല. അവർ കുർബാന അർപ്പിക്കുമെങ്കിലും അവരുടെ മനസ്സ് വേറെ ചിന്തകളിലാണ്. എങ്ങനെ വിശ്വാസികളെ വഞ്ചിക്കാം? ഒരു ഭക്തൻ കുർബാന അർപ്പിക്കാൻ വന്നാൽ അവൻ്റെ മനസ്സിലിപ്പം എത്രയും എളുപ്പം തീർത്തിട്ട് കൈമടക്കം മേടിച്ചോണ്ട് അരവനെ കയറി മറ്റേ ഉദ്ദേശിച്ച ആഹാരം കഴിക്കണം. എല്ലാ അവന്മാരെ 8ഉം 10ഉം മാസം പ്രായമായ ഗർഭിണികളെ പോലായ എല്ലാ മെത്രാന്മാരും ഇവനൊക്കെ എന്തോ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇവരൊക്കെ കിടന്നാൽ ആര് പൊക്കുമെന്നുള്ള അത് തന്നെയല്ല. ഓരോന്നും നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം, ഒന്ന് ഏതെങ്കിലും നമ്മൾ ജനങ്ങൾ വിഡ്ഢികളാണ്, എന്ത് കണ്ടാലും അനങ്ങത്തില്ല. ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ അത് ചിന്തിക്കണം എന്താണെന്നുള്ളത്. സാധാരണക്കാരനാണെങ്കിലും പാർട്ടി ആണെങ്കിലും മതമാണെങ്കിലും. ശബരിമലയിലെ കാര്യം, അന്ന് ആ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ആര്? ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസുകാർ പോലീസ് വേഷം കൊടുത്ത പെണ്ണുങ്ങളെ അവിടെ കയറ്റി. അവിടെ വേറെ വല്ലതും പോലീസുകാരും അവരുമായിട്ട് നടന്നോന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഡ്രസ്സ് മാറ്റി കൊടുക്കാനൊക്കെ അവർ സഹായിച്ചു കാണും, പോട്ടെ. ഇതൊക്കെ അന്ന് ആ ശബരിമലയിൽ 18-ാം പടി കൂടല്ല, അല്ലാതാണ് ആ സ്ത്രീകളെ കൊണ്ടുകയറ്റിയത്. ഇതൊക്കെ നടക്കരുതാത്ത നടന്ന് കണ്ടപ്പോൾ അതിന് ആരും പ്രതികരിച്ചില്ല. പ്രതികരിച്ചവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും പുറകെ പോയില്ല. ഇന്നും ഇതെല്ലാം ചെയ്തവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഇത് ആർക്കെങ്കിലും പറയാമോ ഞാൻ അറിഞ്ഞില്ലെന്ന്? ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള ആർക്കെങ്കിലും പറയാമോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്? അറിഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെ പറയണം, ഞാൻ അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. എങ്കിലും അത് അറിഞ്ഞപ്പോൾ എന്ത് ആക്ഷൻ എടുത്തു? ഇത് ശബരിമല ഒരാളുടെ ഒരു പ്രൈവറ്റ് ഇതല്ല, അനേകായിരം ജനങ്ങളുടെ ആശ്രയസ്ഥാനമാണ്. അവർ പ്രാർത്ഥിക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്താവാണ് ശബരിമല അയ്യപ്പൻ. അവിടെ ഈ അനീതി കാണിച്ചപ്പോൾ, പെണ്ണുങ്ങളെ കൊണ്ട് കയറ്റിയപ്പോൾ, ആ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല എങ്കിൽ ആ പോലീസ് വേഷത്തിൽ ആ സ്ത്രീകളെ കയറ്റിയപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ ആരായിട്ട് പറയുന്നത് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു കൊണ്ടുമായിരുന്നു. ഇപ്പോഴും അത് തന്നെ നടക്കുന്നത്. ശബരിമല കൊള്ള നിറങ്ങി തടവിയാ ചോദിക്കുന്നേ. കള്ളനെയും കൊലപാതകയും എല്ലാം തടവി നോവിക്കാതെ തടവി. മോനെ പറയടാ പറയുമോ? പറയത്തില്ല. നിങ്ങൾ കേരളത്തിലെ പോലീസ് മിടുക്കരാ, പക്ഷെങ്കിൽ അവരെ വായും കൈയും കാലും എല്ലാം മൂടിക്കെട്ടി അവരെ ഒരു വിധത്തിലും ഒരു കാര്യവും ഫ്രീ ആയിട്ട് ചെയ്ത് അന്വേഷിച്ച് അറിയാൻ ഇവർ വിടത്തില്ല. അതിനല്ലേ ആഭ്യന്തര കയ്യിലെടുത്ത് വെച്ചേക്കുന്നേ. ആറന്മുള ഒരു പോലീസുകാരൻ്റെ ചരിത്രം,
ആ മനുഷ്യൻ എന്തോ പോലീസിലെ അനീതിയെക്കുറിച്ച് അനീതി പ്രവർത്തിക്കുന്ന പോലീസുകാരെ കുറിച്ച് പറഞ്ഞ് അയാളെ ജോലിയിൽ നിന്ന് വെച്ചു വിട്ടു. എന്നാൽ അത് ശരിയാണോ എന്ന് അന്വേഷിച്ച് ആ അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ പേരിൽ ആക്ഷൻ എടുക്കുന്നതല്ല ചെയ്യുന്നത്. ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവനെ അങ്ങ് നീക്കുക. ശബരിമലയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇങ്ങ് നിൽക്കുന്ന അല്ല എന്നല്ല പറഞ്ഞത്, ആദ്യം തന്നെ തന്ത്രിയെ അകത്താക്കണം. തന്ത്രിയെ അകത്താക്കി ഇപ്പോഴും എനിക്കൊരു തന്ത്രിക്ക് അറിയത്തില്ലയോ എല്ലാവരും പറയുന്നത് മേളിൽ നിന്നുള്ള ഓർഡർ. ഇവിടെ ഒരു അമ്പലത്തിൽ, ശബരിമല അമ്പലത്തിൽ ഒരു തന്ത്രിക്ക് എന്തെല്ലാം ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതൊക്കെ എഴുതി വച്ചിട്ടില്ലയോ? അതായിക്കറിയിച്ചില്ലയോ? ഇപ്പോഴും ഇതിന് മാധ്യമവും എല്ലാം അതും ഇതും വിളിച്ചു പറയുന്നു. എന്നാൽ ആ സത്യാവസ്ഥ പോലും അവനും പറയത്തില്ല. തന്ത്രിയും എല്ലാവരും ഈ കാണുന്നവനൊക്കെ ഇവിടെ പഠിച്ച് പാസ്സായ പിള്ളേർക്ക് ജോലി കിട്ടുന്നില്ല. വഴിനീളെ നടന്ന് ഒരു പൂളിലിട്ടുണ്ട്. ഉടനെ അവന് ശബരിമലയിൽ ആക്സിഡൻ്റായിട്ട് അവിടെ എല്ലായിടത്തും കയറി ഇറങ്ങി തോന്നുപോലെ ചെയ്യാം. അന്ന് ആ സ്ത്രീകളെ കയറ്റിയ സമയത്ത് അതിന് ശരിയായിട്ടുള്ള മറുപടി ആർക്കാണെങ്കിലും വിശ്വാസം കൊടുത്തിരുന്നെങ്കിൽ ഇനി സ്വർണ്ണക്കൊള്ള നടക്കത്തില്ല. ആരാ രാഷ്ട്രീയക്കാരൻ്റെ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്? സാധാരണ ജനങ്ങളാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ജനങ്ങൾ ഈശ്വരനും ദൈവത്തിനും എല്ലാം വിശ്വസിക്കുന്നു. അവരൊരു കൊള്ളയും ചെയ്തില്ല. പക്ഷെങ്കിൽ വക്രബുദ്ധിക്കാരായ രാഷ്ട്രീയക്കാർ അവർ എല്ലാം ചെയ്യും. അല്ല, ഇവരുടെ പോക്കറ്റ് ഇത്രയും കാശ് എവിടുന്ന? അവർക്ക് ജീവിക്കണ്ടായോ? അവർക്ക് ഓരോരുത്തർ അവൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നോ? ഈയിടെ ഒരു നല്ല നേതാവ് ഈ ക്രിസ്തുമസിന് എവിടെയോ ആദിവാസികളുടെ കൂടെ, അദ്ദേഹം എല്ലാ പ്രാവശ്യവും ആദിവാസികളുടെ കൂടെ ഊണ് കഴിക്കുന്നത്. കാരണം അവിടെ ചെന്നാൽ അവർ പൊക്കിക്കൊണ്ട് നടന്നോളുമല്ലോ. ഇവിടെ ആരെങ്കിലും ഇവരെ വലിയ കാര്യമാക്കത്തില്ല. അവിടെ ഇവിടെ മാളത്തിൽ നിന്ന് വിളിച്ച് പറയുന്നതല്ലേ ഉള്ളൂ. ഇപ്പം പറയുക വ്യവസായി പറഞ്ഞു, മറ്റവൻ പറഞ്ഞു, ഇവൻ തന്നെയാ അവൻ തന്നെയാ എന്നായി പറയാൻ തുടങ്ങിയത്. നീ ഒരു ഹിന്ദു അല്ലയോ? നിനക്ക് ഇതിനകത്ത് ഒരു ഇതും ഇല്ലയോ? ഇമ്പോർട്ടൻസും നീ കൊടുക്കുന്നില്ലയോ? നീ ഒരു MLA ആണെങ്കിൽ നീ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ഇതൊക്കെ ശബരിമല എന്നല്ല, എല്ലായിടത്തും പള്ളികളിലും എല്ലാം പള്ളികൾ പുരോഹിത വർഗം മുഴുവൻ നശിപ്പിച്ച് മുടിച്ച് തേച്ച് കഴിയുക. പറഞ്ഞിട്ട് കാര്യമില്ല. പരുമലത്ത് പള്ളിയിൽ തന്നെ പരുമലത്തിരുമയുടെ കബറിനോട് ചേർന്ന് തന്നെ മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. എല്ലാം വലിയ വലിയ പ്ലാനിങ്ങും മറ്റേ വന്ന് ഇപ്പം അത് വെളിയിലായിട്ട് വലിയ മെഴുകുതിരി കത്തിയിട്ട് അതിനും പത്തടി അപ്പുറത്ത് ഇവിടെയൊക്കെ പോയി മനുഷ്യൻ മഴ നനഞ്ഞ് വേണം. ആ ചടൽ മഴ പെയ്താൽ ചടൽ വെള്ളമാണ്. ഇതൊക്കെ എന്തൊക്കെ ഇതാ പരിഷ്കാരമാണ് നിങ്ങൾ വരുത്തുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിറ്റ് തിന്നുക. എന്നും പച്ചയ്ക്ക് കൊല്ലാതെ പച്ചയ്ക്ക് മാംസം എടുത്ത് വിൽക്കുക ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ. അത് ഞാനിനി കൂടുതൽ പറയുന്നില്ല മക്കളെ. ഈ കൂടുതൽ നടക്കും. ആരൊക്കെ ഇവിടൊക്കെ ഇന്ന് കാണുന്ന മനുഷ്യൻ നാളെ കാണത്തില്ല. കാരണം അവൻ ഏതെങ്കിലും കാര്യം രാഷ്ട്രീയ പാർട്ടിക്കോ മതത്തിനോ എതിരായിട്ട് പറഞ്ഞാൽ അവനെ പിന്നെ കാണത്തില്ല എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചു.
അപ്പോൾ ഇതേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഒരുപാട് നടക്കും. ഈ ശബരിമലയിലെ സ്വർണ്ണ കേസ് തന്നെ ഇനിയും വരാൻ പോകുന്നത് മിക്കവാറും എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ നേരത്തെ പല ഭാഗത്തും ജഡ്ജിമാരെ മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും കേസ് വാദിൻ്റെ കാര്യം കൈകാര്യം ചെയ്ത് ജഡ്ജിമാരെ മാറ്റിയിട്ടുണ്ട്. അല്ല എങ്കിൽ ജഡ്ജിമാർ സ്വയമേ മാറിയിട്ടുണ്ട്. സ്വയമേ മാറി എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതൊക്കെയാണ് നമ്മുടെ അവർക്ക് തന്നെ നീതി നടപ്പാക്കാൻ നീതിയായിട്ടുള്ളൊരു വിധി നടപ്പാക്കാൻ ഒക്കുന്നില്ല. കാരണം അവരുടെ മേളിലാണ് രാഷ്ട്രീയക്കാർ. നമ്മൾ ചിന്തിക്കുന്ന നമ്മളെല്ലാവരും മനുഷ്യരാണ്, കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഈ ജഡ്ജിമാർക്കും ഭാര്യയും മക്കളും ഒക്കെയുള്ള അവരെ ഭീഷണിപ്പെടുത്തിയോ ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറുന്നു പറയുന്ന ജഡ്ജിയോട് ആത്മാർത്ഥമായി ചോദിച്ചാൽ അറിയോ അതിൻ്റെ കാരണം, ആരൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത്. ഇതൊക്കെ ഇപ്പം ഈ ഹൈക്കോടതി ജഡ്ജി ശബരിമലയുടെ കാര്യം നോക്കുന്ന ജഡ്ജിയെ പോലും ഇവർ മാറ്റും. ഡൽഹിയിൽ മാറ്റിയിട്ടുണ്ട്. എന്തിന് നമ്മുടെ സ്വപ്ന സുരേഷ് കൂട്ടത്തിൽ, അതായത് സ്വർണ്ണക്കടത്ത് ചെമ്പിനകത്തും എല്ലാം ട്രിവാൻഡ്രത്ത് 30 കിലോ സ്വർണം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അതിൻ്റെ കസ്റ്റംസിൻ്റെ വലിയവൻ അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തി പുരോഗതി വന്ന എല്ലാം റിപ്പോർട്ട് തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് അവനെ അവിടുന്ന് മാറ്റി. കാരണം റിപ്പോർട്ട് വന്നാൽ ആരൊക്കെ അകത്തു പോവും, വലിയ വലിയ ഫേമസ് ആൾക്കാർ വരെ അകത്തു പോവും. ഇതൊക്കെയാ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. നമ്മളിവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. അവർ നമ്മളെ അടിമകളാക്കി അവർ വാഴുന്ന സുഖമായിട്ട്. രാഷ്ട്രീയവും മതവും നല്ലത് തന്നെ. അവർ സുഖമായി ജീവിക്കുന്നു. രാഷ്ട്രീയ മത നേതാക്കന്മാരും. നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യമേ ഒരാൾക്ക് കൊടുക്കാവൂ. അല്ല എങ്കിൽ അവൻ തലക്കേറിയിരിക്കും. അവൻ ചിന്തിക്കും, ഇവരൊരു മൊണ്ണയാണ്. അവനറിയാം അവൻ്റെ വാല്യൂ എന്താണെന്ന്. അവന് ആ വാല്യൂ കൂടുതൽ നമ്മൾ കൊടുത്താൽ അവനറിയാം ഇവൻ്റെ മൊണ്ണയാണെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കാണുന്നതിനെ പിടിച്ച് പൊക്കും. ഇപ്പോൾ അതൊക്കെ നടക്കട്ടെ. നമ്മൾ നാളെ എന്തോ നടക്കുന്നു കണ്ട് ഇരിക്കുക. ചിലപ്പം നാളെ നമ്മുടെ കഴുത്ത് കാണത്തില്ലായിരിക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാനിനി കൂടുതൽ പറയുന്നില്ല. പറഞ്ഞാൽ രാവിലെ എനിക്ക് വെളിയിലിറങ്ങാൻ എന്നെ ആരും സ്റ്റോപ്പ് ചെയ്യാനില്ല. 78 വയസ്സായി. സത്യം പറഞ്ഞ് മരിക്കുന്നതിൽ എനിക്ക് ഒരു പേടിയുമില്ല.